നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. പേഴ്സണൽ റീഡിങ്സിൽ ഞാൻ യെസ് ഓർ നോ ചെയ്യാറില്ല. അപ്പോൾ ഇവിടെ ജനറൽ റീഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ യെസ് ഓർ നോ ഇടുന്നത് കേട്ടോ. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതിന് ഉത്തരമാണ് നോക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് ഓറക്കൽ മെസ്സേജ് നോക്കാം. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവ. ഇവിടെ വന്നിരിക്കുന്നവരൊരു ജനറൽ എനർജി എന്താണെന്നാണ് നോക്കുന്നത്. ഭഗവാനെ ഓം നമ ശിവായ. ഒരു കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്, നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം, പലരുടെയും മനസ്സിൽ പല കാര്യങ്ങളുണ്ട്, നടക്കുമെന്ന് അറിയാനാണ് നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത്. അപ്പോ ഇത് നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ സഹായം കൂടിയേ തീരുവുള്ളെന്നാണ് പറയുന്നത്. ഇപ്പോ കുറെ നാള് പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടന്നില്ല, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ വിട്ടുകളയാണെന്നൊക്കെ വിചാരിക്കുന്നവര് തിരിച്ച് പ്രാർത്ഥന തുടങ്ങുക, എന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ദൈവത്തിന് നടത്താൻ പറ്റാത്ത ഒരു കാര്യവും ഈ ലോകത്തില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ദൈവത്തിനെ വിട്ടിട്ട് നമ്മള് പുറത്തേക്ക് പോയിട്ട് ഒരു കാര്യമില്ല, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് നമ്മളെ സഹായിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് തിരിച്ചു പോകണം ദൈവത്തിലേക്ക് എന്ന് പറയുന്നത്. 2026 ഡിസംബർ 31 ചില കാര്യങ്ങൾ നടക്കുമെന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ കടം കൊടുത്ത പലർക്ക് നിങ്ങൾ കടം കൊടുത്തു, ഞാൻ റിവേഴ്സ് കാർഡ്സ് റീഡ് ചെയ്യുന്നില്ല കേട്ടോ. പോസിറ്റീവ് അപ്രൈറ്റ് മാത്രമേ നോക്കുന്നുള്ളൂ. തിരിച്ചു വീണാലും ഞാനത് നേരെ ആക്കിയിട്ടാണ് അതിന്റെ ഫലം പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോ 2026 വേണ്ടിയിട്ടുള്ളതാണ്, ഡിസംബർ 31 വരെ. നിങ്ങൾ കടം കൊടുത്ത സാധനങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് കിട്ടുമോ? സ്വർണമായാലും പണമായാലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. യെസ് എന്നാണ് പറയുന്നത്. നിങ്ങൾ കടം കൊടുത്തിരിക്കുന്ന ആള് വളരെ സെൽഫ് സഫിഷ്യന്റ് ആയ ഒരാളാണ്, ഉത്തരവാദിത്വ ബോധത്തോടെ ജീവിക്കുന്ന ഒരാളാണ്, വളരെ സ്റ്റേബിൾ ആയ എനർജിയാണ്. അപ്പൊ ഇപ്പോ അവരുടെ അടുത്ത് ഇഷ്ടംപോലെ പണം വന്നു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് നിന്ന് മേടിച്ച അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത് സഹായിച്ച സാധനങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു തരുമെന്നാണ് പറയുന്നത്. നല്ല മനസ്സുള്ള ഒരു എനർജിയാണ്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണത്. ഇനി നിങ്ങൾ കൊടുത്തിരിക്കുന്ന കേസിന് വിധിയാകുമോ 2026 എന്നാണ് നമ്മൾ നോക്കുന്നത്. കേസ് വിധിയാകുമോ, അതാണ് നോക്കുന്നത്. ഭഗവാനെ യെസ് എന്നാണ് പറയുന്ന, കേസ് വിധിയാകും കേട്ടോ. ഇത് നിങ്ങളുടെ നന്മയ്ക്ക്, നിങ്ങളുടെ സൈഡിലേക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് ആയിരിക്കും ഈ കേസ് വിധി വരുമ്പോ കിട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പോ ചിലപ്പോ ഇവിടെ ഡിവോഴ്സിന്റെ കേസ് ആയിരിക്കും. നിങ്ങൾ സ്നേഹിക്കുന്ന ആള് വേറെ ആരെങ്കിലുമായിട്ട് ഡിവോഴ്സ് ചെയ്യാനുള്ള ഒരു ഇതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ സൈഡിലേക്കാണ് നല്ല കാര്യങ്ങൾ വരാൻ പോകുന്നത് ഈ ഒരു കേസ് വിധിയാകുമ്പോ എന്നാണ് പറയുന്നത്. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണ് ഇവിടെ. ലോൺ സാങ്ഷൻ ആകുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ലോൺ നിങ്ങൾ അപ്ലൈ ചെയ്തേക്കുന്ന ലോൺ അല്ലെങ്കിൽ ആരുടെങ്കിലും ചോദിച്ചാണെങ്കിൽ അത് സാങ്ഷൻ ആവുമോ എന്നാണ് ചോദിക്കുന്നത്. നോ എന്നാണ് പറയുന്നത്. കാരണം ഈ ലോൺ നിങ്ങൾക്ക് തരുന്നത് കൊണ്ട് ഇവർക്ക് പല ദുരുദ്ദേശങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവർക്ക് നിങ്ങൾക്ക് പൈസ തരുന്നത് നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ലോൺ പാസ്സാവില്ല. കാരണം ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ് ഈ ലോൺ പാസ്സാവാത്തത്. ലോൺ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര തലവേദനയായിട്ട് വരും, അതൊരു കീറാമുട്ടിയായിട്ടും വരും ജീവിതത്തിൽ. അക്വേറിയസ്, ലീബ്ര, ജെമിനി ആണ് ഈ സോഡിയാക് സൈൻ. ഡിവോഴ്സ് സെറ്റിൽ ആകുമോ? നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടാതിരിക്കുന്ന ഈ ഇത്രയും കുറെ നാൾ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല, 2026 ഇത് ഡിവോഴ്സ് സെറ്റിൽ ആകുമോ എന്ന് ചോദിക്കുമ്പോൾ നോ എന്നാണ് പറയുന്നത്. ഇത് ഇനിയും പ്രശ്നങ്ങളിൽ കൂടെ പോകാനുണ്ട്. 2026 ഇതൊരു സെറ്റിൽമെന്റ് ആകില്ല എന്നാണ് പറയുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. ഇതൊരു ഭാരമായിട്ട് നിങ്ങൾ കുറച്ചും കൂടെ നാള് മുതുകിൽ ചുമക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഒരു റീകൺസീലിയേഷൻ ഈ വർഷം ഉണ്ടാകുമോ? ഇത് ലവേഴ്സ് തമ്മിലുള്ള റീകൺസീലിയേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഈ ബുക്ക് എവിടെ വയ്ക്കണം എന്ന് നോക്കുക. വേൾഡ് കാർഡ് ആണ്, യെസ് ആണിത്. ഇതൊരു കംപ്ലീഷൻ ആവും, ഒരു റീകൺസിലിയേഷൻ ഒരു കംപ്ലീഷനിലേക്ക് വരും. അപ്പൊ ഇത് കുറച്ച് ഇടയ്ക്ക് നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, നിങ്ങൾ ബ്രേക്കപ്പ് ആവും, പിന്നെ നിങ്ങൾ റിയൂണിയൻ വരും, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പൊ ഇതൊരു വട്ടം എത്തി, ഇനിയും റീകൺസിലിയേഷൻ വരും. പക്ഷെ ഇതൊരു സർക്കിൾ ആണ്. ഇനിയും നിങ്ങൾ ബ്രേക്കപ്പ് ആവും, പിന്നെ റീകൺസൈൽ ചെയ്യും. ചിലപ്പോൾ 2026 തന്നെ
റീകൺസിലിയേഷന് ശേഷം നിങ്ങൾ പിന്നെയും ബ്രേക്കപ്പ് ആവും. അപ്പൊ നിങ്ങളുടെ എനർജീസിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ സോൾവ് ചെയ്തിട്ട് റീകൺസിലിയേഷൻ ട്രൈ ചെയ്യണം. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഫ്രണ്ട്സ് തമ്മിൽ ഒരു റീകൺസിലിയേഷൻ അല്ലെങ്കിൽ ഒരു റീയൂണിയൻ അല്ല, റീകൺസിലിയേഷൻ ഉണ്ടാകുമോ? നിങ്ങൾ ഫ്രണ്ട്സ് ഇപ്പൊ സംസാരിക്കാത്ത ഒരു അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു റീകൺസിലിയേഷൻ പോസിബിൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, മേ ബി എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് യെസ് ആണ്. കാരണം നിങ്ങൾ രണ്ടുപേരും വഴക്കൊക്കെ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഫ്രണ്ട്സ് വഴക്കിട്ടിരിക്കുന്നതെന്ന് അറിയില്ല, എന്ത് തെറ്റിദ്ധാരണ കാരണമാണെന്ന് അറിയില്ല, നിങ്ങൾ അകന്നിരിക്കുന്നത്. എന്തായാലും രണ്ടുപേരുടെയും മനസ്സിൽ ഈ വഴക്കെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു കുറച്ചും കൂടെ സൗഹൃദത്തോടെ പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ അതിനു വേണ്ടി നിങ്ങളൊരു മീറ്റിംഗ് ചിലപ്പോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് മീറ്റിംഗിൽ നിങ്ങൾ എങ്ങനെ തമ്മിൽ പെരുമാറുന്നു എന്നതനുസരിച്ചായിരിക്കും ഇത് ഈ റിയൂണിയൻ നടക്കുമോ ഇല്ലയോ എന്ന് വരാൻ പോകുന്നത് കേട്ടോ, അറിയാൻ പോകുന്നത്. അക്വയറിയസ്, ലീബ്ര, ജെമിനി ആണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ നിങ്ങളുടെ വീട് പണി 2026 തീരുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. 2026 നിങ്ങളുടെ വീട് പണി തീരുമോ? നോ എന്നാണ് പറയുന്നത്. ഇവിടെ എന്തൊക്കെയോ നിഗൂഢതകളുണ്ട്. പലർക്കും ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഈ സ്ഥലം, നിങ്ങൾ വീട് വെക്കാൻ നോക്കുന്ന സ്ഥലം, ചിലപ്പോൾ ഇതിന് സ്ഥലത്തിന് വല്ല പ്രശ്നങ്ങൾ ഉണ്ടാവും. ചില സമയത്ത് ബാംഗ്ലൂരൊക്കെ ആൾക്കാർ ഒരേ പ്ലോട്ട്, നമ്മൾ പല ബ്രോക്കേഴ്സും അതിനകത്ത് ഡീൽ ചെയ്യുന്നുണ്ടാവും. ഒരേ പ്ലോട്ട് പലർക്കും വിറ്റിട്ടുണ്ടാവും. മനസ്സിലായി? നമ്മള് അത് മുനിസിപ്പാലിറ്റിയിലൊക്കെ ചെന്ന് അന്വേഷിക്കാതെ ബ്രോക്കറിനെ വിശ്വസിച്ച് പൈസ എല്ലാം കൊടുത്തു കഴിഞ്ഞാല് സ്ഥലം മേടിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് അവിടെ വേറൊരാൾക്കും അതിന് എന്താ പറയാ, വേറെ ഒരാളും അതിന് എന്റെ സ്ഥലമാണെന്ന് പറഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ വീട് പണി 2026 നടക്കാൻ ചാൻസ് ഇല്ല. ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇത് ക്യാൻസർ പൈസസ് സോഡിയാക് സൈൻ ആണ്. കുറെ നിഗൂഢതകളുണ്ട് ആ സ്ഥലത്തിനെ സംബന്ധിച്ച് നിങ്ങൾ അറിയാത്തത്. ഒന്നും കൂടെ അന്വേഷിക്കണമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് 2026 വീട് പണി തുടങ്ങാൻ പറ്റുമോ എന്നൊരു ചോദ്യം. യെസ് എന്നാണ് പറയുന്നത്. അപ്പോ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം സെറ്റിൽ ആയി. 2026 ചിലപ്പോൾ ലീഗൽ കേസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. എന്റെ സ്ഥലമാണ്, എന്റെ സിസ്റ്ററിന്റെ സ്ഥലമാണ്, സിസ്റ്ററിന്റെ പേരിൽ എഴുതി വെക്കണം എന്നൊക്കെ പറഞ്ഞ കുറെ തർക്കങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊരു രമ്യതയിൽ എത്തും. അപ്പൊ 2026 നിങ്ങൾക്ക് വീട് പണി തുടങ്ങാൻ പറ്റും. ഇത് സ്കോർപിയോ സോഡിയാക് സൈൻ ആണ്. പ്രഗ്നന്റ് ആവുമോ എന്ന് ആർക്കോ അറിയാനുണ്ട്. 2026 പ്രഗ്നന്റ് ആകുമോ എന്നാണ് അറിയേണ്ടത്. 2 കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. യെസ് എന്നാണ്, 3 കാർഡ് വന്നിട്ടുണ്ട്. യെസ് എന്നും 2 യെസും 1 നോ ആണ് വന്നേക്കുന്നത്. വന്ന കാർഡ്സ് ഞാൻ എടുത്തു, കാരണം നിങ്ങൾ കാണേണ്ടതായിരിക്കും ഇത്. ഇവിടെ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ തന്നെ ഈ ഒരു പ്രഗ്നൻസിയിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പ്രഗ്നന്റ് ആകരുത് എന്ന് ആരോ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഫാമിലിയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോ ഇവരുടെ മകനെയോ മകളെയോ വേറെ ആരെങ്കിലും കൊണ്ട് വിവാഹം കഴിക്കുന്നത് തൃപ്തിയില്ല ഈ ഒരു അമ്മയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇവര് നിങ്ങളെ തമ്മിൽ വഴക്കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതിനിടയിൽ പ്രഗ്നന്റ് ആയാൽ നിങ്ങൾക്ക് ആർക്കും ഒരാൾക്ക് പണി കിട്ടും, ഇവർക്കും കൂടെ. എന്ന് വെച്ചാൽ പിന്നെ ഇവര് വിചാരിക്കുന്ന കാര്യം നടക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പോസിബിലിറ്റി ഉണ്ടെങ്കിലും അത് നടക്കരുതെന്ന് ആരോ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര കൂടിയ ഒരു ഇതാണ്. ചിലപ്പോ ഇവിടെ എന്താ പറയാ, ബ്ലാക്ക് മാജിക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവോ, അങ്ങനെ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ടോറസ്, ലീബ്ര ആണ്. പിന്നെ അക്വേറിയസ്, ലീബ്ര, ജെമിനി ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അപ്പോ 2026 അതൊരു റിസ്ക് ആണെന്നാണ് പറയുന്നത് പ്രഗ്നന്റ് ആകുന്നത്. ഓക്കെ. വിസ, പെർമനന്റ് വിസയ്ക്ക് ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടുമോ എന്നാണ് നോക്കുന്നത്. ഫാമിലിയുമായിട്ട് ഒരു റിയൂണിയൻ, അവിടെ പോയി ഫാമിലിയുടെ കൂടെ താമസിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഫാമിലിയെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ ആരോ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ പെർമനന്റ് വിസ കിട്ടുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. 10 ഓഫ് കപ്സ്, ഇത് ഫാമിലിയുടെ കാർഡാണ്. കിട്ടും കേട്ടോ, അത് 2026 കിട്ടും. നിങ്ങൾക്ക് ഫാമിലിയുമായിട്ട് ഒരുമിച്ച് ജീവിക്കാനുള്ള ചാൻസ് കിട്ടുമെന്നാണ് പറയുന്നത്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണത്. നല്ലൊരു കാർഡാണ്. പിന്നെ
മക്കളെ കാണാൻ വേണ്ടി വിസിറ്റിംഗ് വിസയിൽ പോകാനിരിക്കുന്നു. ഇപ്പൊ യുദ്ധമൊക്കെ നടക്കുന്നത് കൊണ്ട് ഭയങ്കര പ്രശ്നത്തിലാണ്. അപ്പോ യുദ്ധം കഴിയുമ്പോഴേക്കും ആർക്കെങ്കിലും വിസിറ്റിംഗ് വിസ കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. ഭവാനി, അത് ചിലപ്പോ നിങ്ങൾ ഗൾഫിൽ തന്നെ ആവണം എന്നില്ല, വേറെ രാജ്യങ്ങളിലേക്ക് പോകാനായിരിക്കും ആഗ്രഹിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് യെസ് കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷെ കുറെ അധ്വാനത്തിന്റെ പുറകെ കുറെ ഓടേണ്ടി വരും. ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണ്. പക്ഷെ നിങ്ങൾ നിശ്ചയദാർഢ്യത്തോടെ മുമ്പോട്ട് പോകണം. നിങ്ങൾക്ക് ഇത് കിട്ടിയേ പറ്റുള്ളൂ എന്ന നിശ്ചയദാർഢ്യം. ഒരു പ്രശ്നവും നിങ്ങൾക്ക് അതൊരു എന്ന് വെച്ചാൽ എന്ത് പ്രശ്നം വന്നാലും അതിനെ മറികടക്കാനുള്ള മനസാന്നിധ്യം നേടിയെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് വിസിറ്റിംഗ് വിസയിൽ പോകാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ മാരേജ് ഡേറ്റ് 2026 ഫിക്സ് ആകുമോ? അതാണ് നോക്കുന്നത്. യെസ് എന്നാണ് പറയുന്നത്. നല്ല അടിച്ചുപൊളിയായിട്ടുള്ള ഒരു വിവാഹമായിരിക്കാം. വളരെ സന്തോഷകരമായ ഒരു വിവാഹ ജീവിതമായിരിക്കും ഇത് കേട്ടോ. 2026 ഡിസംബറിന് മുമ്പ് നിങ്ങളുടെ മാരേജ് ഡേറ്റ് ഫിക്സ് ആകുകയും ചിലപ്പോൾ മാരേജ് നടക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് ഏറീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. ഒറ്റ ബുദ്ധിയിൽ അങ്ങ് ഇറങ്ങിയാൽ മതി എന്നാണ് പറയുന്നത്. പലരും ഇതിന് എതിർപ്പാണ് നിങ്ങളുടെ തമ്മിലുള്ള വിവാഹത്തിന്റെ. അപ്പം അമ്മാവിന് ഇഷ്ടപ്പെടുന്നില്ല, അമ്മായിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഒരു പ്രശ്നത്തിലാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ 2026 ഒരു ചിലപ്പോ മകന് വരാൻ പറ്റില്ല, ഗൾഫിൽ പ്രശ്നം നടക്കുന്നുണ്ട്, അവന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, അവൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങളുടെ കല്യാണം മാറ്റി വെക്കണം എന്ന് ചിലർ ശാഠ്യപ്പെടുത്തിണ്ടാവും. എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ട്. അപ്പൊ അത് നിങ്ങൾ തീരുമാനമെടുക്കുക സ്ട്രോങ് ആയിട്ട്. നിങ്ങൾക്ക് ഈ കല്യാണം ഈ വർഷം നടത്തണോ വേണ്ടയോ എന്ന് കേട്ടോ. യെസ് എന്നാണ് പറയുന്നത്. നടക്കും, ഫിക്സ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പൊ ആരെങ്കിലും ജയിലിലാണെങ്കിൽ ആ വ്യക്തി ജയിൽ മോചിതയോ ആകുമോ 2026? ഹാപ്പിനെസ് ആണ്, സൺ കാർഡാണ് കാണിക്കുന്നത്. 2026 അതിനൊരു ഓപ്ഷൻ വരുമെന്നാണ് പറയുന്നത്. ഈ വ്യക്തി ജയിൽ മോചിതയോ ആവും. നിങ്ങൾ പ്രത്യാശയോടെ കാത്തിരിക്കണമെന്ന് പറയുന്നുണ്ട്. ചിലപ്പോ ആ വ്യക്തി തെറ്റ് ചെയ്യാതെ എന്തോ കുരുക്കിൽ പെട്ടതായിരിക്കും. ഇത് അക്വേറിയസ് സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. പിന്നെ ഒരു കേസ്, അപ്പൊ ഈ വ്യക്തിയെ സഹായിക്കാനുള്ള തെളിവുകൾ നിങ്ങൾക്ക് ലഭിക്കുമോ 2026? അതാണ് ചോദിക്കുന്നത്. ഹാങ്ഡ് മാൻ ആണ് ഇത്. നിങ്ങൾ ഇതിന്റെ പുറകെ പോകണ്ട, നിങ്ങൾ ഇത് വിട്ടുകളഞ്ഞേക്കൂ. അത് 2026 ഓട്ടോമാറ്റിക്കലായിട്ട് സെറ്റിൽഡ് ആവും. ആരെങ്കിലും ഇവിടെ വന്നിട്ട് ഈ വ്യക്തി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയും. മനസ്സിലായി? ചിലപ്പോൾ തെറ്റ് ചെയ്ത ആൾക്ക് കുറ്റബോധം, അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്ക് കുറ്റബോധം വന്നിട്ട് നിങ്ങളുടെ വ്യക്തി ഒന്നും ചെയ്തിട്ടില്ല എന്ന് ചെന്ന് പറയും. അതോടെ വ്യക്തിക്ക് നിങ്ങളൊന്നും ഇതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. ഇത് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക, ഇത് ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്നാണ് ഈ പറഞ്ഞത്. യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക, അവിടെ ദൈവം അത് വേണ്ടത് ചെയ്തോളും എന്നാണ് പറയുന്നത്. ഇത് പൈസീസ് സോഡിയാക് സൈൻ ആണ്. ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ആരോഗ്യം മെച്ചപ്പെടുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധു, അച്ഛൻ, അമ്മ, ഭർത്താവ്, ഭാര്യ, കുട്ടികള്, ബ്രദർ, സിസ്റ്റർ, ഫ്രണ്ട്, ആരും ആയിക്കോട്ടെ, അവരുടെ ആരോഗ്യം മെച്ചപ്പെടുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പിൻ്റെതാണ് കാണിക്കുന്നത്. യെസ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഫ്രണ്ട്സിന് സപ്പോർട്ട് കൊടുക്കണം 100% എന്ന് പറയുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പിൻ്റെതാണ്. വളരെ ക്ലോസ് ആയ കുറച്ച് ആൾക്കാരാണിത്. അപ്പോ ഇവര് തമ്മിൽ നിങ്ങൾ സെലിബ്രേഷനുള്ള ചാൻസ് കിട്ടും 2026. നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അസുഖം മാറും, അല്ലെങ്കിൽ അതിന് ചെയ്യുന്ന മരുന്ന് സക്സസ്ഫുൾ ആകുമെന്നാണ് പറയുന്നത്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണിത്. പിന്നെ രണ്ടാം വിവാഹം 2026 നടക്കുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഏസ് ഓഫ് പെന്റക്കിൾ, നിങ്ങൾക്ക് പുതിയൊരു ഓഫർ വരും. അത് യൂണിവേഴ്സിന്റെ ഓഫറാണ്. ഒരു പുതിയൊരു ബന്ധം തുടങ്ങാനുള്ള ഒരു ചാൻസ് ഉണ്ട്. രണ്ടാം വിവാഹത്തിനുള്ള ഒരു എല്ലാം നമ്മളെ ജീവിതമാണെങ്കിലും എന്ത് നമ്മളുടെ ജീവനാണെങ്കിലും എന്താണെങ്കിലും ഒരു സീഡ്, ഒരു വിത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ ഒരു വിത്ത് ഈ വർഷം നിങ്ങൾക്ക് രണ്ടാം വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വിത്ത് നിങ്ങൾക്ക് വിതയ്ക്കാൻ പറ്റും, നടാൻ പറ്റുമെന്നാണ് പറയുന്നത്. അത് ചിലപ്പോ അത് വിവാഹത്തിലേക്ക് നടക്കുന്നത് ചിലപ്പോൾ 2027 ആയിരിക്കും. പക്ഷെ അതിന്റെ തുടക്കം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. ആർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ഡോക്ടർ ഇത് പറഞ്ഞു, ഇങ്ങനെയാണ് കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്നാലും രണ്ടാമതൊരു ഒപ്പീനിയൻ എടുത്താൽ കൊള്ളാമെന്ന് കാണിക്കുന്നുണ്ട്. ഈ വർഷം നിങ്ങൾ രണ്ടാമതൊരു ഒപ്പീനിയൻ എടുക്കണമോ എന്നാണ് ചോദിക്കുന്നത്. യെസ് എന്നാണ് പറയുന്നത്. ഇത് ഒന്നും കൂടെ വിശകലനം ചെയ്യാനുണ്ട്.
ഡോക്ടേഴ്സ് ആണ്, പക്ഷെ അവര് ദൈവങ്ങളല്ലല്ലോ, അല്ലേ? അപ്പോ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ചിലപ്പോൾ ചില അസുഖങ്ങൾക്ക് മരുന്ന് ആ നിമിഷമായിരിക്കും വന്നിരിക്കുന്നത്. അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ അറിയില്ല. ചിലപ്പോ അതുകൊണ്ട് തന്നെ എല്ലാവരും മനുഷ്യരാണ്, അവരെ കൊണ്ട് തെറ്റ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളൊരു രണ്ടാമതൊരു ഒപ്പീനിയൻ എടുക്കുന്നത് വളരെ നല്ലതാണെന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. രണ്ടാമതൊരു ഒപ്പീനിയൻ എടുക്കാം നിങ്ങൾക്ക്. ഇത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. യെസ് എന്നാണ് പറയുന്നത് നിങ്ങളോട്. ഇനി നിങ്ങള് ഇപ്പോ ഒരു കാര്യം നടക്കില്ല, ഒരാളുടെ മനസ്സ് മാറില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് മാറുമോ? അതാണ് നമ്മൾ നോക്കുന്നത്. മനസ്സ് മാറുമോ എന്നാണ് ചോദിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ, മനസ്സ് മാറും. ഇത് പോസിറ്റീവ് കാർഡാണ്, യെസ് എന്നാണ് പറയുന്നത്. ഈ വ്യക്തിക്ക് സമയം കൊടുത്താൽ ഈ വ്യക്തിയുടെ മനസ്സ് മാറുമെന്നാണ് പറഞ്ഞത്. നല്ല ഒരു സൈഡിലേക്ക്, നല്ല ഒരു കാര്യത്തിന് വേണ്ടി മാറുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഇതിൽ നിന്ന് കിട്ടും ഈ വ്യക്തിയുടെ മനസ്സ് മാറുമ്പോൾ. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, സോഡിയാക് സൈൻ ആണ്, യെസ് എന്നാണ് പറയുന്നത്. നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടുമോ? അല്ലെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് എന്നല്ല ചോദിക്കുന്നത്, ട്രാൻസ്ഫർ കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ജോലിയിലെ ട്രാൻസ്ഫർ കിട്ടുമോ? യെസ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് കാണേണ്ടവരെ നിങ്ങൾ കാണണമെന്ന് പറയുന്നുണ്ട്. പലരോടും സംസാരിക്കണം, എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. ഇപ്പോ ഇത്ര വർഷം കൊണ്ട് ഇത്ര കഴിഞ്ഞാലേ ട്രാൻസ്ഫർ കിട്ടുള്ളൂ, അങ്ങനെ കുറെ ലൂപ്പ് ഹോൾസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിവുള്ള ആളുകളോട് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. കുറെ ഓടാനുണ്ടാവും എന്ന് വെച്ചാൽ പല ആളുകളോട് സംസാരിക്കേണ്ടി വരും. എന്തായാലും നിങ്ങൾക്ക് 2026 ഒരു ട്രാൻസ്ഫർ കിട്ടും, നാട്ടിലേക്കോ അല്ലെങ്കിൽ ആരെയും കൂടെ താമസിക്കാനാണെങ്കിൽ അങ്ങോട്ട്, ആരെങ്കിലും ജോലി എടുക്കുന്നിടത്തൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടുമെന്നാണ് പറയുന്നത്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണത്. പിന്നെ ജോലിക്ക് പ്രൊമോഷൻ കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇവിടെ മേ ബി എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ മനസ്സ് തീരുമാനിച്ചിട്ടില്ല നിങ്ങൾക്ക് ഈ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യണോ, ഈ ജോലിയിൽ ഒരു പ്രൊമോഷൻ വേണം. നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്, വേറെ പല കമ്പനികളിലും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അവിടെ നിന്നെല്ലാം ഓഫറുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ജോലിയിൽ തന്നെ പ്രൊമോഷൻ വേണമോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾ ഈ പുതിയ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇല്ലായിരുന്നു. പക്ഷെ നിങ്ങൾ പ്രൊമോഷന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് പല കമ്പനികളിൽ നിന്നും ഇതിലും ബെറ്റർ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്, ഓഫേഴ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രൊമോഷൻ കൊണ്ട് നിങ്ങൾ ഗുണമില്ല നിങ്ങൾക്ക്. കാരണം നിങ്ങൾ മിക്കവാറും ഈ പ്രൊമോഷൻ 2026 നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്രൊമോഷൻ നിങ്ങൾ എടുക്കില്ല എന്നാണ് പറയുന്നത്. പ്രൊമോഷൻ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്, പക്ഷെ അത് നിങ്ങൾ എടുക്കില്ല. അപ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ വേറെ പല ഓപ്ഷൻസ് വരുമെന്നാണ് പറയുന്നത്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.